Hey friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. നമുക്ക് ഇന്ന് ഒരു ഇംപ്ലൈ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രീവിയസ്ലി ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇംപ്ലൈ അല്ലെങ്കിൽ ഇൻഫർ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എന്താണ് ഈ ഇംപ്ലൈ എന്നും ഇൻഫർ എന്നും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇംപ്ലൈസ് ദാറ്റ്. അപ്പോൾ ഇവിടെ റൈറ്റർ ഇംപ്ലൈ ചെയ്യുന്നതെന്നോ റീഡർ ഇൻഫർ ചെയ്യുന്നതെന്നോ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി അവരെന്താണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വൺസ് ദ പ്രിസർവ് ഓഫ് ഹിപ്പീസ് ആൻഡ് ആക്ടിവിസ്റ്റ് വീഗനിസം ഹാസ് നൗ ഹിറ്റ് ദ മെയിൻ സ്ട്രീം. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഒരു കാലത്ത് ഹിപ്പികളുടെയും ആക്ടിവിസ്റ്റിൻ്റെയും ഒക്കെ സംരക്ഷണമായിരുന്നു സസ്യാഹാരം. ഇപ്പോൾ അത് മെയിൻ സ്ട്രീം ആയിരിക്കുകയാണ്. ഫോർഗോയിങ് മീറ്റ്, ഡയറി ആൻഡ് എഗ്സ് ഈസ് മോർ പോപ്പുലർ ദാൻ എവർ. അതായത് മീറ്റും ഡയറിയും എഗ്ഗും ഒക്കെ ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ എന്നത്തേക്കാളും പോപ്പുലർ ആയിരിക്കുകയാണ്. വൈൽ ഇറ്റ്സ് പോസിറ്റീവ് ദാറ്റ് people are taking a more ethically conscious approach to food shopping, what nutrients could be vegetarians and vegans put themselves at risk of losing out on. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു എത്തിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ഫുഡ് ഷോപ്പിംഗ് നടത്തുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും വാട്ട് ന്യൂട്രിയൻസ് കുഡ് ബി വെജിറ്റേറിയൻസ് ആൻഡ് വീഗൻസ് പുട്ട് ദംസെൽസ് അറ്റ് റിസ്ക് ഓഫ് ലോസിങ് ഔട്ട്. ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ എന്ത് ന്യൂട്രിയൻസ് ആണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ആൻഡ് ഹൗ ക്യാൻ യു അപ്രോച്ച് ദ ആനിമൽ ഫ്രീ കൺസെപ്ഷൻ ഇൻ എ ഹെൽത്തി വേ. ഇത് ഒരു ആനിമൽ ഫ്രീ കൺസെപ്ഷനെ എങ്ങനെ നമുക്കൊരു ഹെൽത്തി വേ ആണെന്ന് കാണാൻ കഴിയും, ഒരു ഹെൽത്തി വേ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നാണ്. ഹൗ ക്യാൻ യു അപ്രോച്ച് ദ ആനിമൽ ഫ്രീ കൺസെപ്ഷൻ ഇൻ എ ഹെൽത്തി വേ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പം നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അവരുടെ ആ ഒരു ടോണും ആ ഒരു വാക്കുകളുടെ ആ ഒരു ടോണും ഇതുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആ ഓപ്ഷനും കൂടെ നോക്കാം അല്ലേ. ബിക്കമിങ് എ വീഗൻ ഈസ് ആൻ എത്തിക്കൽ ചോയ്സ്. അവിടെ അതാണോ പറയുന്നത്? വീഗൻ ആകുക എന്നുള്ളതൊരു എത്തിക്കൽ ചോയ്സ് ആണെന്നാണോ പറയുന്നത്? എത്തിക്കൽ ചോയ്സിൻ്റെ കാര്യമായിട്ട് അവിടെ പറയുന്നത് എന്താണ്? എത്തിക്കലി കോൺഷ്യസ് അപ്രോച്ച് ടു ഫുഡ് ഷോപ്പിംഗ്. ഇപ്പം ആൾക്കാർ വളരെ എത്തിക്കലി കോൺഷ്യസ് ആയിട്ടാണ് ഫുഡ് ഷോപ്പിംഗ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. അതൊരു പോസിറ്റീവ് ആണെങ്കിലും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വീഗൻ ആകുന്നത് ഒരു എത്തിക്കൽ ചോയ്സ് ആണെന്ന് അവർ പറയുന്നില്ല. ബി നോക്കാം. ഹിപ്പീസ് ആൻഡ് ആക്ടിവിസ്റ്റ് ഹാവ് ഓൾവേസ് ബീൻ വീഗൻ. അവിടെ അത് പറയുന്നുണ്ടോ? ഹിപ്പീസും ആക്ടിവിസ്റ്റും എല്ലായ്പ്പോഴും വീഗൻ ആണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ബിയും എലിമിനേറ്റ് ചെയ്യാം. സി നോക്കിക്കേ. ഫുഡ് ഷോപ്പിംഗ് ഫോർ ആനിമൽ ഫ്രീ പ്രോഡക്ട്സ് ഈസ് എസെൻഷ്യൽ ഫോർ വീഗൻസ്. ഫുഡ് ഷോപ്പിംഗ് ഫോർ ആനിമൽ ഫ്രീ പ്രോഡക്ട്സ് ഈസ് എസെൻഷ്യൽ ഫോർ വീഗൻസ്. അങ്ങനെയാണോ അവിടെ പറയുന്നത്? ആനിമൽ ഫ്രീ പ്രോഡക്ട്സ് ഷോപ്പ് ചെയ്യുന്നത് വീഗൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണോ അവിടെ ഇംപ്ലൈ ചെയ്യുന്നത്? അല്ല ഇല്ലേ. അടുത്തത് ഡി. ബീയിങ് എ വീഗൻ ഹാസ് എ പൊട്ടൻഷ്യൽ ഡ്രോബാക്സ്. അതവിടെ പറയുന്നുണ്ട് അല്ലേ. അവർ പറയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അവരെ തന്നെ അല്ലേ റിസ്കിലാക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽ ഫ്രീ കൺസെപ്ഷൻ ഒരു ഹെൽത്തി വേ ആണെന്ന് എങ്ങനെ കരുതാൻ പറ്റും? ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കുന്നത് എന്താണ്? അപ്പോൾ അവരതിൻ്റെ ഡ്രോബാക്സ് ആണ് പറയുന്നത് അല്ലേ. പൊട്ടൻഷ്യൽ ഡ്രോബാക്സിനെ പറ്റിയാണ് അവരവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. നമുക്കപ്പോൾ ആ ക്വസ്റ്റ്യൻ അവരുടെ ആ ഒരു അവർ തന്നെ ഒരു ഡൗട്ടായിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവരതിനെയാണ് ഒരു ക്വസ്റ്റ്യൻ അല്ല, അവർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് ന്യൂട്രിയൻസ് കുഡ് വെജിറ്റേറിയൻസ് ആൻഡ് വീഗൻസ് പുട്ട് ദംസെൽസ് അറ്റ് റിസ്ക് ഓർ ലോസിങ് ഔട്ട് ഓൺ, ആൻഡ് ഹൗ ക്യാൻ യു അപ്രോച്ച് ദ ആനിമൽ ഫ്രീ കൺസെപ്ഷൻ ഇൻ എ ഹെൽത്തി വേ. അപ്പോൾ അവരെ തന്നെ ന്യൂട്രിയൻസ് അവരെ തന്നെ ഒരു റിസ്കിലോട്ടാക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അനിമൽ ഫ്രീ ആയിട്ടുള്ള കൺസെപ്ഷൻ ഹെൽത്തി വേ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവരതിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോബാക്കിനെ പറ്റിയാണ് ഇംപ്ലൈ ചെയ്യുന്നത്.
അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിയതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴായാലും ഇംപ്ലൈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും അവരവിടെ പറയുന്നത്. ഒരു 90% നമുക്ക് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും അവർ പറയുന്നത്. പക്ഷെ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ആ വേർഡ്സുകൾ നമുക്ക് കാണുമ്പോൾ അതിനകത്തെ ടോൺ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസ് ഇനിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.